ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പല ബില്ലുകളിലും ഒരു പരിധിയിൽ കൂടുതൽ തുക GST ആയി ഈടാക്കിയിരിക്കുന്നത് കാണാം. പല ഹോട്ടലുകളും ഇത്തരത്തിൽ ഉപഭോക്താക്കളെ പറ്റിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഹോട്ടൽ ബില്ലുകളിൽ തട്ടിപ്പിനിരയാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് ഒന്ന് ഓടിച്ചു നോക്കി പണം കൊടുത്തു പോകുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റങ്ങളുടെ എണ്ണവും വിലയുമാണോ ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന പരിശോധന മാത്രമാണ് നമ്മൾ പലപ്പോഴും നടത്താറുള്ളത്. അത് ശരിയാണെങ്കിൽ ബിൽ തുകയടച്ച് പോകുന്നവരാണ് നമ്മളിൽ അധികവും. എന്നാൽ കിട്ടിയ ബില്ല് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പണമടച്ച് പോകുന്നവരുമുണ്ട്. ഇങ്ങനെ ചെയ്യുന്നവർ പറ്റിക്കപ്പെടാൻ സാധ്യത ഏറെയാണ്. പല ഹോട്ടലുകളും നമ്മുടെ ബില്ലിൽ വ്യാജ GST രേഖപ്പെടുത്തി പണം തട്ടുന്നുണ്ട്. പ്രധാനമായും 3 രീതിയിലാണ് റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഉപഭോക്താക്കളെ പറ്റിക്കുന്നത്. ആദ്യത്തെ രീതിയിൽ ബില്ലിൽ GST നമ്പർ പരാമർശിക്കുക പോലും ചെയ്യാതെ GST ഈടാക്കുന്ന രീതിയാണ്. രണ്ടാമത്തെ രീതി ബില്ലിൽ GST എഴുതി ചേർത്തിട്ടുണ്ടാകാമെങ്കിലും അത് ആക്റ്റീവായ GST നമ്പർ ആയിരിക്കില്ല എന്നതാണ്. മൂന്നാമത്തെ മാർഗമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ പറ്റിക്കുന്ന രീതിയായി കണ്ടുവരുന്നത്. ഇത്തരം ബില്ലുകളിൽ GST നമ്പർ ആക്റ്റീവായിരിക്കും, എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഹോട്ടൽ GSTക്ക് കീഴിൽ വരുന്നതായിരിക്കില്ല. അതായത് ആ ഹോട്ടലിന് ഉപഭോക്താവിൽ നിന്നും GST പിരിക്കാൻ അനുവാദമില്ല എന്നർത്ഥം. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും GST ബില്ലിൻ്റെ പേരിൽ വഞ്ചിതരാകാതിരിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് പരിശോധന നടത്തണം. ബിൽ ലഭിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധാപൂർവം നോക്കി പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അത് ആദ്യം ഹോട്ടലുകാരോട് തന്നെ പറയാം. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ എന്തെങ്കിലും ക്രമക്കേട് ബോധ്യപ്പെടുകയും അവർ അത് തിരുത്താൻ ശ്രമിക്കുന്നുമില്ലെങ്കിൽ GST ഹെൽപ്പ് ലൈൻ നമ്പറായ 180012000232 എന്ന നമ്പറിൽ വിളിച്ച് പരാതി അറിയിക്കണം. ഉപഭോക്താക്കളിൽ നിന്ന് വ്യാജമായ GST ഈടാക്കുന്നത് കുറ്റകരമാണ്. ഇങ്ങനെ പരാതിപ്പെടുന്നതിന് മുമ്പായി ആ ഹോട്ടലിന് ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന GST രജിസ്ട്രേഷൻ ആക്റ്റീവാണോ, അവർക്ക് ഉപഭോക്താവിൽ നിന്നും GST പിരിക്കാൻ അനുവാദമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് തന്നെ വളരെ ലളിതമായി പരിശോധിക്കാം. അതിനായി ആദ്യം www.gst.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഹോം പേജിൽ കാണുന്ന സെർച്ച് ടാക്സ് പെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടു താഴെയായി സെർച്ച് ബൈ GSTIN അല്ലെങ്കിൽ UIN എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന കോളത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഹോട്ടൽ ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവരുടെ GST നമ്പർ കൃത്യമായി എൻ്റർ ചെയ്യുക. അക്കങ്ങളും ഇംഗ്ലീഷ് അക്ഷരങ്ങളുമായി 15 എൻട്രികൾ അടങ്ങിയതാണ് GST നമ്പർ. ഇതാണ് ഈ കോളത്തിൽ എൻ്റർ ചെയ്യേണ്ടത്. ശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ മുഴുവൻ വിവരങ്ങളും കാണാനാകും. ഇതിൽ ഹോട്ടൽ ഉടമയുടെ പേര്, ഹോട്ടലിൻ്റെ പേര്, GST രജിസ്ട്രേഷൻ എടുത്ത തീയതി, GST നമ്പർ, ടാക്സ് പെയർ ടൈപ്പ് തുടങ്ങി എല്ലാ വിവരങ്ങളും അടങ്ങിയിരിക്കും. ഇതിൽ ടാക്സ് പെയർ ടൈപ്പിന് താഴെ റെഗുലർ എന്ന് കാണിച്ചിരിക്കും. ഇതോടൊപ്പം കാണുന്ന ചിഹ്നത്തിൽ ടച്ച് ചെയ്താൽ യു ക്യാൻ കളക്ട് GST ആൻഡ് ക്യാൻ ഇഷ്യൂ ടാക്സ് ഇൻവോയ്സ് എന്നും യു ക്യാൻ ഓൾസോ ഗെറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ യുവർ പർച്ചേസ് ഫ്രം രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ എന്നും കാണാം. ഇതിനർത്ഥം ഈ ഹോട്ടലിന് ഉപഭോക്താവിൽ നിന്നും GST കളക്ട് ചെയ്യാൻ അനുവാദമുണ്ട് എന്നതാണ്. ഇതോടൊപ്പം ഈ പേജിൽ തന്നെ കാണുന്ന GSTIN അല്ലെങ്കിൽ UIN സ്റ്റാറ്റസ് എന്ന ഭാഗം ആക്റ്റീവ് എന്നാണോ കാണിക്കുന്നത് എന്നുകൂടി പരിശോധിക്കുക. റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ എന്നിവയുടെ കാറ്റഗറികൾ അനുസരിച്ച് GST ചാർജുകൾ വ്യത്യാസപ്പെടാം. സാധാരണഗതിയിൽ ഹോട്ടലുകളിൽ 5% GST ആണ് ഈടാക്കുന്നത്. ചിലയിടങ്ങളിൽ 12% GST ഈടാക്കുന്നുണ്ട്. അതേസമയം കൂടുതൽ എക്സ്പെൻസീവായ ഹോട്ടലുകളിൽ 18% GST വരെ ഈടാക്കും. ഈ കണക്കിനപ്പുറം GSTക്ക് മറ്റു ശതമാന നിരക്കുകളില്ലെന്ന് ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കണം. ആദ്യം തന്നെ നിങ്ങളുടെ ബില്ല് നന്നായി നോക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അമിത GST ബില്ലുകൾ ചുമത്തി നിങ്ങളിൽ നിന്നും അധിക തുക ഈടാക്കുന്നത് കുറ്റകരമാണ്. നിങ്ങൾ പരാതിപ്പെട്ടാൽ ഹോട്ടലുകൾ അതിൻ്റെ നിയമവശങ്ങൾ നേരിടേണ്ടി വരും. അഥവാ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ തട്ടിപ്പിന് ഇരയാകുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ GST ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതി അറിയിക്കാവുന്നതാണ്.